അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓഗി ഗെയിമിംഗ്. സോ ഗായ്സ്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ കളിച്ചുകൊണ്ട് മറ്റേത് അടിച്ചുപോയി. ഇച്ചിരായിട്ട് ക്രാഷ് ആകുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി, അറിയാതെ പോയതാ. ഗായ്സ്, ഇപ്പോൾ നമുക്ക് പുതിയ സീസൺ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ കളിച്ചിരിക്കുന്ന ബ്ലഡ് ഹോൾ SMB ആണ്. നിങ്ങൾക്കറിയാവോ, മറ്റേ FTT ഗെയിമിംഗ് ഒക്കെ പാർക്കോർ ചെയ്യുന്ന ആ സെർവറാണ് ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴ ഇങ്ങനെ പിടിച്ചു തുടങ്ങാം. ഗായ്സ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, പിന്നെ ഇതിൻ്റെ IP-യും ഫോർട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കയറുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കയറണം. പ്ലാങ്ക് റെഡി, ക്രാഫ്റ്റിംഗ് ടേബിൾ ക്വാറ്റ്. നമുക്ക് നേരെ മറ്റേ ഞാൻ ഇടാൻ വേണ്ടി തുറന്നപ്പോൾ ഞാൻ സംബന്ധിച്ച് ഡീറ്റായി പോയി. സാരമില്ല, വേണം പിടിക്കാം. പിന്നെ നമുക്ക് PvP ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു ബേസിക് കോംബോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. പിക്കാക്സ് അറിയിച്ചു പോയി. അരക്ക് പിടിച്ച് ഞെക്കിയതാ, ഡബിൾ പിടിച്ച് ഞെക്കിപ്പോയി ചാടിപ്പോയി. ഇപ്പോൾ 40 ഹാർട്ടുണ്ട്. എനിക്ക് 40 ഹാർട്ടൊന്നും മാക്സിമം അതേ ആയിരിക്കണം. പിന്നെ ഒരു കിലിയൊന്നും എടുത്തിട്ടില്ല. ഏതെങ്കിലും പ്ലേസിനെ നമുക്ക് വിളിച്ച് എടുത്ത് അടിച്ചു അല്ല. എൻ്റെ ഐഡിയ പൊളിയാ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, 6. ഗൈസ്, നമുക്കൊരു സ്റ്റോൺ പിക്കാക്സും ഒരു ആക്സും ഉണ്ടാക്കണം. ഇത് തീർന്നുപോയി. ഞാനായങ്ങണ്ട് കുഴപ്പമുണ്ട് ഗൈസ്. ആ കുഴപ്പം വന്നെന്ന് വെച്ചാൽ നെക്കാണ്ടൊന്ന് കട്ടായപ്പോൾ ചെറുതായിട്ട് കടണ്ടി KCB പണി മുടക്കുന്നത്. ഞാൻ ഈ രാത്രി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ പണി കിട്ടുന്നത്. ഉച്ചയ്ക്കൊന്നും കറണ്ട് കട്ടില്ല. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കട്ടാകുന്നതാണ്. നിങ്ങൾ അണ്ണയോടൊന്നും തോന്നല്ലേ. നമുക്ക് കുറച്ച് അയൺ ടൂൾസ് ആർമറോ ഇല്ലെങ്കിൽ ഡയമണ്ടാണ് നോക്കുന്നത്. പതുക്കെ ഡയമണ്ടിൽ കയറാം. ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് സെറ്റാകാം. ഗൈസ്, മോഡ് വീഡിയോയിലും കളിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. കളിക്കാം. ആണ് കൊള്ളാമല്ലോ. സ്നൂബിയുടെ കുഞ്ഞിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു. ശരി, കേറായിരിക്കും. ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ചാവെന്ന് പറയുമ്പോൾ ഒരു എന്തോ പോലെയാണ്. ചത്തു. പിന്നെ റീസ്പോണൊന്നുമില്ല. ഏതെങ്കിലും പട്ടിക്കാട് കണ്ട് സ്പോണാക്കും. കാരണം ഇത് ഉരുക്കിയിട്ട് വേണം ഷീൽഡ്. ഞാനിപ്പോൾ സെറ്റാക്കാം. പിന്നെ മോഡ്യൂസ് കളിക്കുന്നെങ്കിൽ പറ, നമ്മൾ സെറ്റ് ചെയ്യാം. മണ്ട അത്യാവശ്യം അത്ര ആളാവാൻ എനിക്കറിയത്തില്ലായിരുന്നു. വേണ്ടാറും തോപ്പിയാണ് പൈസ വേണ്ടാറും ചേർന്ന് എടുക്കാൻ പോയാൽ ആ സോംബിയുടെ അടി കിട്ടിച്ചാവും. മുമ്പൊക്കെ സ്കൂട്ടാകാം. എനിക്ക് വൈകിയ റിസ്ക് എടുക്കാം. ഫുഡ് അത്യാവശ്യമാണ്. ഫുഡില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഇത്രേ ഉള്ളൂ. ആടിനെ കൊന്നു. അടുത്ത ആട്. ഓക്കെ നെക്സ്റ്റ് അതിൽ തേനീച്ചക്കൂട് എൻ്റെ കൊത്തിയ പിന്നെ തട്ടിപ്പോൾ അടന്നെയാണ്. സാപ്ലിങ് അല്ലേ നമുക്ക് വീട് വെക്കുമ്പോൾ വൃത്തിയാക്കാം. നമുക്ക് ഈ തടിയൊക്കെ എടുത്ത് സെറ്റ് വീടുണ്ടാക്കാം. സാപ്ലിങ് ഇട്ട് ഇതാരാ? ഓക്കെ എടുത്തു. ഈ അൺമീനാണോ സംശയം? ഇങ്ങനത്തെ ബ്രോ അല്ല വാട്ടർ ഫുഡൊക്കെ ഇഷ്ടംപോലെ ഗായ്സ്. ഗൈസ് ആർമർ വരുന്നു. എനിക്ക് വയ്യ ഗൈസ്. ഞാൻ ഈ സെർവറിന് 10ൽ 10 കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഇങ്ങോട്ട് വന്നില്ല. സ്റ്റാർട്ടപ്പ് ഗിയറാന്ന് തോന്നും ഗൈസ്. നല്ലൊരു സെർവർ അഡ്മിനാണിത്. സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. വീണ്ടും താങ്ക്സ്. ഓക്കെ ഗായ്സ് നമ്മൾ കുറേ വുഡൊക്കെ മൈൻഡ് അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ പിക്കാക്സ് കിട്ടു ഗൈസ്. ക്ലിക്ക്. അയ്യോ ഓക്കെ താങ്ക് യു ബ്രോ. ഓക്കെ എന്നാക്കി നെക്കുന്നു. ഓക്കെ blood hood blood hood. guys ini toilet blood പിന്നെ ഡാമേജ് ലൈഫിലായി ഈ ഗൈസ് കണ്ടം ഓടിക്കോ. ടോർജിലിനെ കണ്ട ഗൈസ് ഈ അമ്പോളി ഒട്ടും ഇഷ്ടമല്ല. ഇതൊന്നും സ്നൈപ്പിംഗ് ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സ്നൈപ്പിംഗ്. കണ്ണമ്പ് വേദനയും ഊരി പോയിരിക്കുക. രാവിലെ ആയിട്ട് ഇറങ്ങി വരാം. ഇപ്പോൾ എല്ലാം അടിക്ക് വരുന്നു. പ്രശ്നമില്ല. ഡാമേജ് കുറച്ച് പിടിക്കുന്നു. കളിക്കുന്ന ചിരിക്കട്ടെ. നമുക്ക് പേപ്പറൊക്കെ ഉണ്ടാക്കണം. ഓക്കെ ഇപ്പൊക്ക് അമ്പട മുഴുകൂ.
ചെറിയ റൂം പോലെ സെറ്റപ്പ് അടിക്കാം. വെള്ളം അതിൻ്റെ ഇടയ്ക്ക് നോക്കാം. 1 പ്ലസ് സീപ്പിടും ബെഡ് അങ്ങോട്ട് കാറ്റാം ഗൈസ്. ഫുഡ് വേണം, വേറെ കാര്യം നമ്മൾ ഫുഡ് വേണം. ഇപ്പം ഞാൻ സീലായി പോയി. ആവശ്യമായിട്ട് ബെഡ് ഉണ്ടാക്കും. പക്ഷേ ഇത് കാക്കാം ഗൈസ്. ഞാൻ കിടക്കുമ്പോൾ ഒറ്റ കിടക്കത്തില്ല, അല്ലാത്തപ്പോൾ എല്ലാവരും കിടക്കും. രാവിലെ കാണത്തില്ലല്ലോ, രാവിലെ കാണോ? അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ചുമ്മാ കഴിഞ്ഞിരിക്കുന്നു. ഇത് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് വേണ്ട, ചോറൊക്കെ ഉണ്ടാക്കി കുറച്ച് PVP ഇട്ടിട്ട് പോവാം. കുറച്ച് അമ്പോളിനെയും ഒരു ക്രീപ്പറിനെയൊക്കെ അങ്ങ് തട്ടാം. കൊള്ളാക്കാൻ മതി. പോയേക്കാം. ഗ്രാനൈറ്റ് ഇത്ര തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു പൊളി പൊളിക്കുന്ന കണ്ടോണം. ഇതൊക്കെ നിസാരം. സ്പോൺ സെറ്റാക്കട്ടെ. ഞാൻ കണ്ടിട്ട് സംഭവം ഉണ്ടല്ലോ. സാധനമുണ്ടോ? ഇത് രാവിലെ ആകുന്നില്ലല്ലോ. ഇത് തന്നെയാണ്. ഇത് രാവിലെ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എല്ലാവരും കിടക്കത്തില്ല, കിടക്കുമ്പോൾ ഞാൻ കിടക്കുമ്പോൾ പിന്നെ ഫ്ലാഷ് ഐ ലവ് ബ്ലൂടൂത്ത് രാവിലെ ഇല്ല. വേറെ പണിയില്ല. കിടക്കണ്ടോ ആരും കിടക്കുന്നില്ല. ഇതൊക്കെ എന്താ സാധനം? എന്തോ സാധനം കിട്ടി, എന്താ അറിയത്തില്ല. എന്തോ നമുക്ക് റാങ്ക്ഡ് ആയെന്ന് തോന്നുന്നു, അറിയത്തില്ല. മണ്ടേ പോയി നമുക്ക് വേറെ കൊണ്ടൊക്കെ പോയില്ല. ഫുഡ് അടിച്ചിട്ട് കയറാം. ഒറ്റ മൈൻഡ് ഒറ്റ പൊഴുതേക്കില്ല കേസ്. രാവിലെ ആവുകയാണ് കാര്യം. നമുക്ക് വീഡിയോ സെറ്റാക്കാം. എന്താണ് കാണിച്ചതുപോലെല്ലോ ആദ്യം മുതൽ സ്റ്റോൺ ടൂൾസ് ആകുന്നു ഗൈസ്. ഒരു വില്ലേജ് ഗൈസ്, ആരും കൊണ്ടുപോയതാണോ അറിയത്തില്ല. ബെഡുണ്ടോ? ബെഡില്ല. ശരിക്കും ആരോ വന്ന് സാമാനം മൊത്തം പൊങ്ങിക്കൊണ്ട് പോയി. ക്രീപ്പറും 8 കാലിവാ. ഇതിനകത്തും ഇല്ല. ചൂടാ, ഇത് തുരപ്പം വല്ലതാണോ?
ഇവിടെങ്കിലും ഒന്നെങ്കിൽ ഗൈസ് ഇവിടെ ആദ്യം റീപ്ലേറ്റ് കേട്ടോ. ഹോയ്യോ സെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ മുട്ടമണിയ ഇവിടുന്ന് മൈൻഡ് ചെയ്യാം. എല്ലാം സെറ്റാക്കണം. ഇനിയും ഒരു പണിയാണ്. ആദ്യം മുതൽ അത് ഓർക്കുമ്പോഴേ തലവേനിക്കുന്നു. ഞാൻ ആദ്യം മുതൽ പിക്കാക്സ് വുഡ് ഉണ്ടാക്കണം, പിക്കാക്സ് ഉണ്ടാക്കണം. തന്നെ കുറച്ച് വുഡും കൂടെ വേണം ചോദിച്ചാൽ വേണ്ടില്ലേ. അതുതന്നെ നമുക്ക് കുറച്ച് ഇതുണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ. അയ്യോ നേരെ ഷിഫ്റ്റ് ഞെക്കി അങ്ങ് വിട്ട്. ഡെക്കറേറ്റിംഗ് ആയിട്ടിരിക്കട്ടെ, വെറൈറ്റി. അവിടെ ഞാൻ നോക്കും. നമുക്ക് ഇതെല്ലാം വെക്കാം. ഫർണസ് ഫുഡ് വാങ്ങിച്ചു. എനിക്കൊന്നും ഓർക്കുമ്പോഴേ മെനക്കെട്ട ജോലിയാ. ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ വരുന്നതൊക്കെ മെനക്കെട്ട പണി. എന്തൊക്കെ അയ്യോ എന്ത് കഷ്ടപ്പാടാണെന്നറിയാവോ. ഇനിയും ക്രാഫ്റ്റിംഗ് ടേബിളിന് ക്ഷാമവേ ഉണ്ടാക്കത്തില്ല. ഇനി അത് നമുക്ക് ഉടനെ ഒരു പാർക്കോറൊക്കെ കളിക്കാം, സെറ്റാക്കാം. സ്റ്റോൺ പിടിക്കട്ടെ. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. ഇത്രയും വലിയൊരു മെനക്കെട്ട ജോലി ഞാൻ കണ്ടില്ല. ഭയങ്കര നമുക്ക് കുറച്ച് സെറ്റ് ഒരു $100 ആയി കഴിഞ്ഞാൽ പിന്നെ സെറ്റ്. ഈ ചത്തിട്ടൊന്നും കൂടി ചാകുന്ന നേരം വലിയൊരു സങ്കടമാണ്. മനസ്സിലായി? സങ്കടമാണ് ചാകുന്നത്. പറഞ്ഞാൽ മനസ്സിലാകൂലായിരിക്കുമല്ലോ എല്ലാവർക്കും. വീട് മാപ്പി ലാലലല്ലല്ല. ഓക്കെ ഇപ്പം 3 മതി നമുക്ക്. പിന്നെ എന്നാണ് ബാക്കിയെല്ലാം എടുത്ത് വെച്ചേക്കാം. സേഫ്റ്റി മുഖ്യം ബീലേ. കേസ് മൈൻഡ് ചെയ്യട്ടെ കേസ്. എനിക്കെന്തോ കുഴപ്പമുണ്ട്. എന്തോ തപ്പിയിട്ട് കിടക്കുന്നു. പറഞ്ഞ അത് തന്നെ. ഈയടാ ഇതുണ്ടാക്കാൻ വേണ്ടിയാണ് കണ്ടത്. ഞാൻ തന്നെ ഇടയ്ക്ക് മറന്നു. കേട്ടാ ഇപ്പോൾ ഒന്നുമില്ല, ഫുഡ് ഒന്നുമില്ല. നമ്മളിപ്പോൾ സീറോ ബഡ്ജറ്റിലാണ് ഇരിക്കുന്നത്. State mine guys. It's mining time mining only. അതെന്നാ പരിപാടിയാ? ഇത്രയും പേരേ ഉള്ളെന്ന് ആകെ തോന്നുന്നു. ഇവർക്കൊക്കെ 12 ഹാർട്ടും 14 ഹാർട്ടൊക്കെ. അയ്യോ ഈ ലൈഫ് സ്റ്റൈൽ എങ്ങനെ? എനിക്കൊന്ന് കൊല്ലുമ്പോൾ ഹാർട്ട് കിട്ടുന്നതാണ് നോക്കേണ്ടത്. പിടുത്തില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് പറയണേ. ഇതിൽ പിടുത്തൊന്നുമില്ല. അതുകൊണ്ട് ഹാർട്ടിൽ നിൽക്കാൻ ഹാർട്ട് കിട്ടുമോ? ഇല്ല, 10 ഉള്ളെന്ന്. ഇതിനെ കാണുന്നല്ലോ. മൈൻഡ് ചെയ്യൂ കിട്ടി സ്റ്റോണ്. ഒന്നുമില്ല. ഉത്തരവാട്ടോ പണിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ വയ്യ. കണ്ടിട്ട് തലവേദന എടുക്കുന്നു. കാരണം മടുത്തു ഇത്ര കഷ്ടപ്പെട്ട്.
അതിനകത്തൊരു ഡയമണ്ട് പോലും കാണുന്നില്ല, ഡയമണ്ട് ക്യാക്സ് പോലും കാണുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി. ട്രെയിനിങ് ഇത്ര നേരമായിരുന്നു. ഞാൻ വല്ലതും കണ്ടുപിടിച്ചിട്ട് ഇറങ്ങി ഇങ്ങനെ കാണിച്ചു തരാം. സംഭവം കിട്ടി, 30,000 കിട്ടി. യാത്ര സ്കിപ്പ് ചെയ്ത്, കാരണം വീഡിയോ ലെങ്ത് ഇപ്പം തന്നെ കൂടി. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കൂടി, നല്ലോണം കൂടി. അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റപ്പാക്കിയത്. ഇങ്ങോട്ട് ഫുഡ് വല്ലതും പോയി ഒപ്പിക്കാം. കേസ് അയ്യോ അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഹറാമി. നമുക്ക് വീറ്റോ വല്ലതും ഒപ്പിക്കാം. കേസ് ബത്തക്ക ഇരിക്കുന്നു. ബത്തക്ക ഉള്ളതാകട്ടെ. ഹങ്കർ എങ്ങനെ നിറയ്ക്കുക ആണ് മെയിൻ ഗോൾ. ഫുഡ് ബുക്ക് ചെയ്യുമ്പോഴേ സെറ്റ് ആക്കാണ്ട് വല്ല പശുവിനെ ആണെങ്കിൽ രാവിലെ ആയിട്ട് വല്ല പശുവിനെ അരിമീനെ വല്ല മേടിക്കാൻ. ഇതുണ്ട് വീടൊരു ബെഡ് പോലും ഇല്ല, എല്ലാം ആരോണ്ടാക്കെ കൊടുക്കുന്നത്. സാധനം പോലും പറ്റില്ല. എന്തൊരവസ്ഥ നോക്കിക്കേ, ആരും ഇല്ലല്ലോ. കോയ്സ് ഒരുത്തം വരുന്നുണ്ട്. ഗോക്കു ഫസ്റ്റ് ഉറക്കം വേണ്ട. ഉറക്കത്തിനായ്മ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റൊക്കെ ഹെൽമെറ്റൊക്കെ പണിയണം. ചെസ്റ്റില് കുത്തി നിറച്ച് വെച്ചേക്കാം. ടോൾ ഗ്ലാസ്സൊക്കെ ഞാനിപ്പോൾ മുറിച്ചു. എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഒരു ബൂട്ട് ഉണ്ടാക്കാം, നല്ല കറക്റ്റ്. ഗായ്സ് പിന്നെ ആണെങ്കിൽ കാര്യം പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് 1.20.5 ആണ്. അതുകൊണ്ടാണ് ഈ സ്പീഡ് എടുക്കുമ്പോൾ ഈ സോഡ് കാണിക്കുന്നത്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് ഫുൾ ഓൺ പ്ലേ. ചെറിയൊരു ഇഷ്യൂ ആണ്, നോക്കട്ടെ. പിക്കാക്സ് ഉണ്ടാക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ബോയ്, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. സ്റ്റിക്കോ നേരത്തെ 16 ഉണ്ടാക്കി മിടുക്കൻ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും വേണോ? നമുക്ക് ചെസ്റ്റ് പ്ലേറ്റോ ലെഗിൻസോ ആണോ? ഇരിക്കാൻ പറ്റത്തില്ല എന്തോ. കിടന്നു ഗായ്സ്, കിടന്നു ഒരു വിധത്തിൽ കിടന്നു. ഗായ്സ് രാവിലെ ആയി. എനിക്ക് തോന്നുന്നു പ്ലെയറെല്ലാം ഒരുമിച്ച് കിടന്നെന്ന് തോന്നുന്നു. ഭാഗ്യം, ഇനി ചാകണ്ടല്ലോ. ഒന്നും കൂടെ വേണം. പാക്കണ്ടെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ഏത് മനസ്സിലായില്ലേ? ചെസ്റ്റ് പ്ലേറ്റ് നമുക്ക് കലക്കാം, കസറാം. നമുക്കല്ല പന്നിയാ അയ്യോ അല്ല പശുവോ കോഴിയോ ആടോ എല്ലാം ഉണ്ടോ നോക്കാം. കാണാം. ഒന്ന് ഞാൻ ക്രീപ്പർ അടി കിട്ടി. അലക്കൻ മൂവ് ഇറ്റ് കൊള്ളാം. അടിച്ചാൽ ഞങ്ങൾ ഇറക്കി വിട്ട്.
ഗൈസ് അയ്യോ എന്നെ വലിയ കേവാ ഗൈസ്. അയ്യോ ഈ ചവർ പോലെ ക്രീപ്പറാണ് നിറച്ചും. ഓടിക്കോ സ്പ്രിങ് ചെയ്യാനും പറ്റുന്നില്ല ഗൈസ്. ഓണ്ണമ്മിലടിക്കും മൊത്തം ക്രീപ്പറാ. ഓ ചാകലില്ല പോട്ടെ. ഓ ഗൈസ് യൂട്യൂബിൽ കണ്ട കാര്യം ഒറിജിനലാണ് കേട്ടോ. ഓ ഗൈസ് ഇതേ ഒരു പാട വന്നേക്കുന്ന ഒരു പാട. ഓ ഞാൻ ശരിയാ സമയത്ത് ട്രക്കിങ് കാണിക്കാൻ പറ്റത്തില്ല. ചാകടന്നെയൊക്കെ ചാകോ. പിന്നെ ഇപ്പം ചാവും. 3 ഹാർട്ട് ഗൈസ്. ഞാനോത്തിനും ചത്തന്നു. സീരൊക്കെ എടുത്തോ. ഒന്നാമതാ വില്ലേജ് തേങ്ങയില്ല. സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ വല്ല സ്കിൽട്ടണോ എല്ലാം കാണും. ഈ മെയിൻ ക്രീപ്പറും സ്കേൾട്ടൺ ചുമ്മാ വന്ന് പറന്ന് കടന്ന് അടിയുന്നത്. ഇതൊരു കുഞ്ഞു ചത്ത് വെള്ളമില്ല. ചത്ത്. ഓ ഗൈസ് റീസ്പോൺ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഓർത്തു ചാത്തന്ന്. ഇതിൽ ബാക്കിയൊന്നും ഇല്ല, എല്ലാം പോയി. എൻ്റെ ഹെൽമെറ്റ് കാണുന്നില്ല. ഗൈസ് അൺമീൻ വീണ്ടും വന്നു. എന്നാലാണോ ആവോ. എന്തെങ്കിലും നെതൈറ്റൊക്കെ തരുവാവോ. ഗൈസ് വാട്ടർ ബക്കറ്റ് വന്നു. ഓക്കെ പിന്നെ വേറെന്താ. എന്തേവൻ അമ്പോയാ പോയി കാണും. പോന്നു ഈവൻ. വാട്ട് കണ്ടടിക്കാം. തലേ കറിയുന്നു. ലിറ്ററലി ദിസ് വൺ ഈസ് ലിറ്ററലി തലയിൽ ഇറങ്ങി. ഞാൻ തലേ കറിയുന്നു. ചുമ്മാ തലക്കറിയിക്കുക കൊച്ചു കാളാൻ. കഴിച്ച് ചെസ്റ്റ് പ്ലേറ്റ് ആർമർ തന്നെ. എനിക്ക് അതെടുത്തു. ഇങ്ങേണ്ട കൊള്ളത്തില്ലത്. ഇച്ചീച്ച എടുത്തോ. ഡയമണ്ട് വരുമോ നോക്കാം. ഡയമണ്ട് സോഡ്. ഈ പോട്ടൻ ഞാനധികം പന്നി കൊല്ലാൻ പോയേക്കുന്നു മോണ. അങ്ങോട്ട് പോട്ടെ. നമുക്ക് സ്പീർ മാറ്റിയിട്ട് ഷെയ്ക്ക് സോഡ് ഉണ്ടാക്കാം. ഓക്കെ. ഈ ശിശു എന്ന് പറയുമ്പോൾ അത് അത് ഈ 1.20.11 സ്പീറൊക്കെ വരുന്നത്. അപ്പം ഞാൻ 1.5 ആയതുകൊണ്ട് തന്നെ സ്പീഡ് ഇല്ലല്ലോ. അതിൻ്റെ ചെറിയ ഇഷ്യൂസാണ്. അതെങ്കിലും കാര്യമാക്കണ്ട. ഏതായാലും ഇവിടെ ആർക്കും ഉപയോഗമൊന്നുമില്ല. കുറച്ച് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ സ്കില്ല് വാങ്ങിക്കേ. നമുക്ക് ഷീൽഡ് ഇതില്ലെങ്കിലുണ്ടല്ലോ ഇല്ല. കേറിയോട്ട് ഇറങ്ങി അവൻ അടിച്ചെന്നെ ഒതുക്കി വിടും. ഫസ്റ്റ് സേഫ്റ്റി തപ്പണോ. ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോ. ബൈ.